ഈ കഥകൾ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയും ഹീബത്ത് പറയുന്നു, പസാത്ത് പറയുന്നു എന്നൊക്കെ പറയും. പക്ഷേ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ കഥ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ചിലർ ഞങ്ങളോട് പറയുന്ന കഥ അത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ അവർ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്ന ഓരോ കഥയും. അത് എന്തിനാണ് നിങ്ങളുടെ മുന്നിൽ അവരെത്തിക്കാൻ പറയുന്നത് എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. അവർക്കുണ്ടായ അനുഭവം മറ്റുള്ളവർക്ക് ഉണ്ടാകാതിരിക്കാനാണ് അവർ ഇങ്ങനെയുള്ള ഓരോ കഥകളും നമ്മളോട് പറയുന്നതും നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതും. അപ്പോൾ നിങ്ങളുടെ തന്നെ കഥ നിങ്ങളെ വിഷമിപ്പിക്കാതെ ഞങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ അവർക്ക് പഠിക്കാനും പറ്റും, നല്ല രീതിയിൽ ജീവിക്കാനും പറ്റും, ജീവിക്കാൻ പറ്റട്ടെ. പ്രിയപ്പെട്ട മോഹനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമുക്ക് അത് നടന്ന ഒരു സംഭവം കൂടിയാകുമ്പോൾ നമുക്ക് അതിൽ നിന്നും എന്തെങ്കിലും പഠിക്കാനുണ്ടാകും അല്ലേ? നമുക്കാർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു നടന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്ന് വന്നിരിക്കുന്നത്. വിശ്വസിക്കാൻ പറ്റാത്ത എന്ന് പറയാൻ കാരണം ഈ ഒരു സംഭവം എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ഉമ്മയുടെ ഒരേ ഒരു വയറ്റിൽ നിന്നും വന്ന മക്കൾ തമ്മിൽ അവിഹിത ബന്ധം എന്ന് പറയുമ്പോൾ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല. വിശ്വസിക്കുന്നവർക്ക് തന്നെ അറുപ്പ് തോന്നുന്ന ഒരു കഥയാണ്. ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള ഒരു അവിഹിത ബന്ധത്തിൻ്റെ കഥയിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു ചെല്ലാൻ പോകുന്നത്. ആ ഒരു കുടുംബത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു ചെല്ലുന്നത്. ഈ ഒരു കഥ പറഞ്ഞതും അവർ തന്നെയാണ്. ഇത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ആവശ്യപ്പെട്ടതും അവർ തന്നെയാണ്. ഈ ഒരു കഥയിലൂടെ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഒരാളുടെ ജീവിത കഥയിലൂടെയാണ് നമുക്ക് എന്തെങ്കിലും പാഠങ്ങൾ പഠിക്കാൻ പറ്റും. അത് സംഭവിക്കാൻ മുന്നേ അത് സംഭവിക്കാതിരിക്കാനുള്ള ഒരു ബോധവൽക്കരണം. ഈ കഥ പറഞ്ഞ പെൺകുട്ടിയും അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. എനിക്ക് സംഭവിച്ചതുപോലെ ഇനി ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു. ഇത് വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാക്കയും പെങ്ങളും തമ്മിൽ എങ്ങനെയാണ് ഈ അവിഹിത ബന്ധമുണ്ടായത്? അവിടേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. നമ്മൾ ഈ കഥ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നിങ്ങൾക്കൊരു ബോധവൽക്കരണത്തിന് വേണ്ടിയാണ്. ഓക്കെ, ഒരു ഉമ്മക്ക് 3 മക്കളാണ്. 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും. മൂത്തത് ഒരു ആൺകുട്ടി, അതിൻ്റെ നടുവിൽ ഒരു പെൺകുട്ടി, പിന്നെ ഒരു ആൺകുട്ടി. അതൊക്കെ വിട്, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കഥകളിലേക്ക് തന്നെ കിടക്കാം. നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ആകാംക്ഷയായിരിക്കും ഇതെന്താണ് സംഭവിച്ചത് എന്ന്. അതുപോലെ തന്നെയാണ് എനിക്കും ഉണ്ടായത്. ഇത് സംഭവിച്ചു പോയതാണോ അതോ സംഭവിച്ചതാണോ? ഇത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. 2 വർഷം മുമ്പാണത്രേ ഇത് സംഭവിക്കുന്നത്. ഉമ്മയോട് ഒരുപാട് കെഞ്ചി പറഞ്ഞിട്ടാണത്രേ ടൂറിന് വിട്ടത്. അതും സ്വന്തം ഇക്കാക്കയുടെ കൂടെ. 7 ദിവസത്തെ ടൂറാണ്. അതും ടൂറ് കശ്മീരിലേക്കാണ്. അങ്ങനെ ഇവർ ഉമ്മയോട് ഒരുപാട് കെഞ്ചി പറഞ്ഞ് ഇവർക്ക് ടൂറിന് പോകാനുള്ള അനുമതി ഉമ്മ നൽകി. ആങ്ങളെയും പെങ്ങളും മാത്രമാണ് ഈ ടൂറ് പാക്കേജിലൂടെ പോകുന്നത്. ഇവർ 2 പേരും മാത്രമാണ് ഈ ടൂറിന് പോകുന്നത്, അതും കശ്മീരിലേക്ക്. 1 ലക്ഷം രൂപയോളം ചിലവ് വരുന്ന ഈ ഒരു ടൂറിന് ഉമ്മയോട് കെഞ്ചി പറഞ്ഞ് ഇവർ യാത്ര ആരംഭിച്ചു. അവിടെ എത്തി ആദ്യമൊന്നും ഒരു കുഴപ്പവുമില്ല, വളരെ സന്തോഷത്തോടുകൂടി തന്നെ അവർ എൻജോയ് ചെയ്തു. പിന്നെയാണത്രേ ഈ പെൺകുട്ടി അറിയുന്നത് ഒരു റൂമേ ഉള്ളൂ 2 പേർക്ക് കിടക്കാൻ എന്ന്. അതും 2 പേർക്ക് കിടക്കാവുന്ന ഒരു ബെഡും. അങ്ങനെ ഇവർ ആദ്യ രാത്രി കഴിഞ്ഞു. അന്നൊന്നും യാതൊരു കുഴപ്പവുമില്ല, അവർ എൻജോയ് ചെയ്ത് തന്നെ പോയി. അങ്ങനെ 2ാമത്തെ ദിവസം ഇവരിതുപോലെ കിടന്നുറങ്ങി. 2ാമത്തെ ദിവസം കിടന്നുറങ്ങിയപ്പോൾ സംഭവിച്ചത് എന്താണ്? ഈ പെൺകുട്ടി കിടന്നുറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ പെൺകുട്ടിയുടെ ബോഡിയിൽ ടച്ച് ചെയ്യുന്നത് പോലെ ഈ പെൺകുട്ടിക്ക് ഫീൽ ചെയ്തു. ഫീൽ ചെയ്തതല്ല, ഒറിജിനലായിട്ട് നടന്നത് തന്നെയാണ്. പെൺകുട്ടി ഇത് ആദ്യം കാര്യമാക്കിയില്ല, സംഭവിച്ചത് പോയതാണെന്ന് കരുതി. പിന്നെ ഈ പെൺകുട്ടിയുടെ പ്രൈവറ്റ് പാർട്സിലൊക്കെ ഈ ഏട്ടൻ തഴുകി തലോടാൻ തുടങ്ങി. പെൺകുട്ടി പെട്ടെന്ന് എണീറ്റ് ചോദിച്ചു അത്രേ, എന്താ ഇതൊക്കെ കാണിക്കുന്നേ എന്ന് ചോദിച്ചു. കാക്ക ഒന്നും പറയാതെ ചിരിയിലൊതുക്കി ഒരു പൊളിച്ച ചിരിയോടെ
ആ കാക്ക ഒതുക്കി. അത് കഴിഞ്ഞ് കാക്ക കെട്ടിപ്പിടിച്ച് ആ പെൺകുട്ടി കുറെ തള്ളി മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും അതൊന്നും നടന്നില്ല. പിന്നെ കാക്ക ഈ പെൺകുട്ടിയുടെ, ഈ കുഞ്ഞു പെങ്ങളുടെ വസ്ത്രം ഓരോന്നായി അഴിച്ചു മാറ്റുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കേസാണ്. ഞാനിതിങ്ങനെ കേട്ട് നിൽക്കുകയേ ചെയ്തിട്ടുള്ളൂ. പിന്നെ എനിക്ക് സംശയം കൊണ്ട് നിങ്ങൾക്ക് തോന്നാവുന്ന സംശയങ്ങളൊക്കെ ഞാൻ അവരോടിങ്ങനെ ചോദിക്കാൻ തുടങ്ങി. പിന്നെയാണ് കഥകൾ ഇങ്ങനെ ഓരോന്നോരോന്നായി പറയാൻ തുടങ്ങിയത്. കഥകൾ ഫുള്ളായിട്ട് കേട്ടപ്പോൾ സുബ്ഹാനല്ലാഹ്, എനിക്ക് അവരോട് എന്തൊക്കെയോ തോന്നിപ്പോയി. വെറുപ്പും അറുപ്പും എന്തൊക്കെയോ തോന്നി. അങ്ങനെ ഡ്രസ്സ് അയച്ചു മാറ്റി അന്ന് എന്തൊക്കെയാണ് സംഭവിക്കുക അതൊക്കെ അവിടെ സംഭവിച്ചു. അപ്പോൾ ഞാൻ കരുതി ഇത് സംഭവിച്ചു പോയതാണെന്ന്. ആ ഒരു സംശയം കൊണ്ട് തന്നെ ഞാൻ വീണ്ടും ചോദിച്ചു, ഇത് സംഭവിച്ചു പോയതല്ലേ? ഞാൻ ചോദിച്ചു, അന്ന് മാത്രമാണോ ഇത് സംഭവിച്ചത്? അന്ന് മാത്രമല്ല ഇത് സംഭവിച്ചത്, ടൂറിന് പോയ അവിടുന്ന് തന്നെ 2 പ്രാവശ്യം സംഭവിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് സംഭവിച്ചു പോയതല്ല, ഇത് സംഭവിച്ചതാണ്, സംഭവിപ്പിച്ചതാണ്. ഒരു രാത്രിയാണെങ്കിൽ നമുക്ക് കരുതാം ഇത് സംഭവിച്ചു പോയതായിരിക്കും പാവം. പക്ഷേ ഇത് 2 പ്രാവശ്യമല്ല പ്രിയപ്പെട്ടവരെ, നാട്ടിൽ വന്നിട്ടും ഇത് സംഭവിച്ചു. അങ്ങനെ ഞാൻ ചോദിച്ചു, ശരിക്കും ഇത് എത്ര പ്രാവശ്യം ഇത് നിങ്ങൾക്ക് സംഭവിച്ചു എന്ന്. ഞാൻ ശരിക്കും പറഞ്ഞാൽ നെട്ടിപ്പോയി. 43 പ്രാവശ്യം ഇവർ തമ്മിൽ അവിഹിത ബന്ധമുണ്ടായി. 43 പ്രാവശ്യവും ഇത് സംഭവിച്ചു. ആദ്യം എനിക്ക് ഇവരോട് ഒരു സഹതാപം തോന്നിയിരുന്നു. സംഭവിച്ചു പോയതാണല്ലോ എന്ന് കരുതി എനിക്കൊരു സഹതാപം തോന്നി. ഞാൻ ചോദിച്ചു, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നു എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, മറ്റുള്ളവർക്ക് ഇങ്ങനെ പറ്റാതിരിക്കാനാണ് ഞാനിത് നിങ്ങളോട് പറയുന്നതെന്ന്. ഓക്കെ, പറയൂ, ഞാൻ കേൾക്കാം. അങ്ങനെ ഞാൻ ചോദിച്ചു, ഈ 43 പ്രാവശ്യവും തെറ്റുകൾ എങ്ങനെ നിനക്ക് സംഭവിച്ചു എന്ന്. അപ്പോൾ ഈ കാക്ക എല്ലാം കരുതി കൂട്ടി ചെയ്തതായിരുന്നു എനിക്ക് തോന്നുന്നത്. അവിടെ ക്യാമറ വെച്ചുകൊണ്ടായിരുന്നു ഇവർ തമ്മിൽ ബന്ധപ്പെട്ടത്, അങ്ങ് കശ്മീരിൽ വെച്ച് ആദ്യം ബന്ധപ്പെട്ടപ്പോൾ. ബാക്കിയൊക്കെ ഈ കുട്ടിക്ക് ഈ വീഡിയോ കാണിച്ച് പേടിപ്പിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. ഈ വീഡിയോ കാണിച്ച് പേടിപ്പിച്ച് പീഡിപ്പിക്കുകയായിരുന്നു ഈ ഏട്ടൻ, ഈ ആങ്ങള ചെയ്തത്. അങ്ങനെയാണ് 43 പ്രാവശ്യവും ഇത് നടന്നത്. എങ്ങനെയുണ്ട് കഥ? നിങ്ങൾ തന്നെ പറയാം, ഇത് നമ്മൾ എന്ത് ഇതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു, അയാൾ പക്ക ക്രിമിനലാണ്, അവരെ പോലീസിൽ ഏൽപ്പിക്കേണ്ട ഒരു കേസാണിതെന്ന്. കാക്കയുടെ ഭാഗത്ത് മാത്രമല്ല തെറ്റ്, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് ആ പെൺകുട്ടിയും സമ്മതിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചല്ലോ, ഈ ക്രിമിനലിനെ പോലീസിന് ഏൽപ്പിക്കേണ്ട ഒരു കേസാണ് ഇതെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞു, എൻ്റെ അടുത്തും തെറ്റുകളുണ്ട് എന്ന്. അങ്ങനെ 43 പ്രാവശ്യവും സംഭവിച്ചു. ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ് എനിക്കും നിങ്ങൾക്കും അറിയേണ്ടത്, അല്ലേ? ഇത് 2 വർഷം മുന്നേ നടന്ന സംഭവമാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നാണ് നമുക്കറിയേണ്ടത്. ഞാൻ ചോദിച്ചു, ഇപ്പോഴെന്താ നിങ്ങളെ പരിപാടി? എന്തായാലും ഞങ്ങളത് നിർത്തിയിട്ടുണ്ട്. പെൺകുട്ടി പറഞ്ഞതാണ്, എന്തായാലും ഞങ്ങളത് നിർത്തിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, അതെന്താ പെട്ടെന്ന് അങ്ങനെ നിർത്തിയേ? എൻ്റെ നിക്കാഹ് കഴിഞ്ഞതോടുകൂടി ഞങ്ങളത് നിർത്തി, ഇനി അങ്ങനെ ഉണ്ടാവരുത് എന്ന് അവനോടും ഞാൻ പറഞ്ഞു. ഞാൻ ഒരുപാട്, നിങ്ങൾക്ക് തോന്നുന്ന ഒരുപാട് സംശയങ്ങൾ ഈ കുട്ടിയോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ഇതൊരു വലിയ കഥയാണ്, ഞാൻ ചുരുക്കി നിങ്ങളോട് പറഞ്ഞതാണ്. ഞാൻ ആദ്യം കരുതിയത് ഇവർ സ്കൂളിൽ നിന്നും ടൂറിന് പോയതാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു റൂമിലാണെങ്കിൽ നിങ്ങൾക്ക് ആൺകുട്ടികൾക്ക് ആൺകുട്ടികളുടെ കൂടെയും പെൺകുട്ടികൾക്ക് പെൺകുട്ടികളുടെ കൂടെയും കിടന്നാൽ പോരെ എന്ന്. അപ്പോഴാണ് അവർ വിശദമായി പറഞ്ഞത്, ഞാനും ഇക്കാക്കയും മാത്രമാണ് ടൂറിന് പോയത്, ഞങ്ങൾ സ്കൂളിൽ നിന്ന് പോയതല്ല എന്ന്. അപ്പോൾ ഈ ഒരു ബന്ധം ഇങ്ങനെ ആവാനുള്ള കാരണം എന്താണ്? നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഈ ആങ്ങളെയും പെങ്ങളും തമ്മിൽ ഇങ്ങനൊരു ബന്ധമുണ്ടാകാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഞാൻ ഈ കഥ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത്? ഇത് വെറും ഒരു കഥയല്ല, ഈ വീഡിയോ എടുക്കുന്ന അന്ന് പോലും പറഞ്ഞു തീർത്ത ഒരു കഥയാണിത്. കുട്ടിയുടെ നിക്കാഹ് കഴിഞ്ഞു, അതിനോടെ ഈ സംഭവം അവർ നിർത്തിയിരിക്കുകയാണ്. അവർക്ക് ഇനി നിർത്താൻ പറ്റുമോ എന്നാണ് പടച്ച റബ്ബ് കാക്കട്ടെ.
ഇതുപോലുള്ള വൃത്തികെട്ട ചിന്തകളിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ പടച്ച റബ്ബ് കാക്കട്ടെ, അകറ്റട്ടെ. അതിനുവേണ്ടി നമ്മളെന്നും ദുആ ചെയ്യുക. നമ്മുടെ മക്കളെയൊക്കെ എന്നും കെയർ ചെയ്യുക. നമ്മുടെ മക്കളെയൊക്കെ എന്ത് വേണമെന്ന് നിങ്ങൾക്കറിയാലോ. ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്ത് വേണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നമ്മൾ എന്താണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന്. എന്തിനു വേണ്ടിയാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഇട്ട് തന്നതും അവർ എന്നെ പറയാൻ ഏൽപ്പിച്ചതും എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതിൽ എന്താണ് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അത് ഞാനായിട്ട് പറയുന്നില്ല. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത തന്നെ നല്ലൊരു വിഷയവുമായി വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.